ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മളുടെ വീട്ടിലെ കോഴിപ്പോണ്ടും അതിൻ്റെ പരിസരമൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. നമ്മൾ ആദ്യമായിട്ട് ഫിഷിനെയൊക്കെ മാറ്റി പിന്നെ അതിൻ്റെ പരിസരമൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. അവിടെ കുറച്ച് മുളകൾ വെച്ചിരിക്കുന്നതിൽ കുറേ ഇലകളൊക്കെ പൊഴിഞ്ഞ് വീഴുന്നുണ്ട്. അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തു. പിന്നെ വെള്ളത്തിൻ്റെ അകത്ത് വീണ് കിടക്കുന്ന ഇലകളും ഒരു വലയൊക്കെ വെച്ച് മാറ്റുകയാണ്. അപ്പോൾ എല്ലാം ഞാൻ വിശദമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഇത് പോണ്ടിൻ്റെ ഫിൽട്രേഷൻ സെറ്റപ്പാണ്. അതേപോലെ ഫിൽറ്റർ ബാക്ക് വാഷ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നു. ഈ പോണ്ടിൻ്റെ വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയും കൂടാണ് ഇത് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പൈപ്പ് നമുക്ക് ഇതിലോട്ട് കണക്റ്റ് ചെയ്ത് ഓപ്പൺ ആക്കിയാൽ ഈ വെള്ളം നമുക്ക് ഡ്രെയിൻ ചെയ്ത് കളയാം. അത് നമുക്ക് വെള്ളം വെറുതെ കളയാതെ നമുക്കത് കൃഷി ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ മീൻ വെള്ളം നല്ല ഒരു വളം കൂടിയാണ് ഈ കൃഷി കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ നമ്മൾ വെള്ളം വേസ്റ്റാക്കി കളയുന്നതുമില്ല. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ലാവ റോക്സ് ആണ്. ഇത് 2 ബാഗിൻ്റെ അകത്തായിട്ടാണ് വരുന്നത്. നമ്മൾ വാട്ടർ ക്ലീനായി കിടക്കാൻ വേണ്ടിയും ബയോളജിക്കൽ ഫിൽട്രേഷൻ നടക്കാൻ വേണ്ടിയാണ് ഈ സംഭവം നമ്മൾ വെള്ളത്തിലിടുന്നത്. വെള്ളത്തിൻ്റെ അസിഡിറ്റിയൊക്കെ കറക്റ്റാക്കി നല്ലൊരു ഫിൽട്രേഷൻ പ്രോസസ്സ് നടത്തും ഈ ലാവ റോക്സ്. ഇത് നമ്മൾ മോട്ടോർ പിറ്റിൻ്റെ അകത്താണ് ഇടുന്നത്. ഒത്തിരി പോർസൊക്കെ ഇതിൻ്റെ അകത്ത് കാണാം. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഇവിടെ. അങ്ങനെ പോണ്ടെല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്തു. ചെടികളിരിക്കുന്ന സ്ഥലമെല്ലാം മാറ്റി അവിടെയും ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഫ്രഷ് വാട്ടർ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ടോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഫില്ലിംഗ് ലൈൻ ഉണ്ട്. അത് ജസ്റ്റ് ഓപ്പൺ ആക്കിയാൽ മതി. അങ്ങനെ വെള്ളമെല്ലാം ഫില്ലായിക്കോളും.